ഇവിടെയാണ് ആ ഇടം എന്നുള്ളത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കൊച്ചിയിൽ തന്നെയാണോ, കൊച്ചി വിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി നിൽക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ ഒരു അനുമാനം, അന്വേഷണ സംഘത്തിൻ്റെ ഒരു അനുമാനം കൊച്ചിയിൽ തന്നെ സിദ്ദീഖുണ്ട്, കൊച്ചി വിട്ട് പോകാനിടയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോഴും അതിനപ്പുറത്തേക്കുള്ള സാധ്യതകളും കൂടി അവർ പരിശോധിക്കുകയും ആ തരത്തിൽ തിരച്ചിൽ വ്യാപകമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൊച്ചിയിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ സിദ്ദീഖിന് വേണ്ടി പോലീസ് നടത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിർദ്ദേശമൊക്കെ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഇവിടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിൽ സിദ്ദീഖ് സാധാരണ താമസിക്കാറുള്ള വീടുകൾ, സാധാരണ പോകാറുള്ള ഇടങ്ങൾ, ഹോട്ടലുകൾ, മറ്റ് സുഹൃത്തുക്കളുടെ ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം പോലീസ് വ്യാപകമായി തന്നെ നടത്തുന്നു. പക്ഷേ ഇപ്പോഴും കൃത്യമായ ഒരു സൂചന ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ സിദ്ദീഖിൻ്റെ അറസ്റ്റ് ഉണ്ടാകണമെന്നതാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും കീഴടങ്ങാനോ അങ്ങനെ പിടികൊടുക്കാനോ താനില്ല എന്നുള്ള സൂചനകൾ കൂടി സിദ്ദീഖിൻ്റെ കേന്ദ്രങ്ങളും നൽകുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കം എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചൊരു കൂടിയാലോചനകൾ അക്കാര്യത്തിൽ നടന്നിട്ടുണ്ടായിരിക്കണം. അത് ഹൈക്കോടതിയുടെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുന്ന അടക്കമുള്ള സാധ്യതകളായിരിക്കും അങ്ങനെ പരിശോധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും അങ്ങനെ പെട്ടെന്ന് പിടികൊടുക്കാനില്ല എന്നുള്ളത് തന്നെയാണ് സിദ്ദീഖിൻ്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒളിവിൽ കഴിയുന്നതും സാധാരണ താമസിക്കുന്നതിൽ നിന്ന് മാറി താമസിക്കാൻ സിദ്ദീഖിനെ പ്രേരിപ്പിച്ചതും. ഏതായാലും വലവിരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം, തിരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിലൊരു തുമ്പ് സിദ്ദീഖിനെ കുറിച്ച് ലഭിച്ചതായി ഒരു വിവരവുമില്ല. സുജയ. ഓക്കെ, ആലുവ കുട്ടവശ്ശേരിയിലെ വീട് പൂട്ടിയ നിലയിലാണ്. പടമുകളിലെ വീട്ടിലും സിദ്ദീഖില്ല.